മാട്ടൂല് വളരെയധികം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ കൊച്ചുമോനായ മുഹമ്മദിന് വേണ്ടിയിട്ട് ഓടുന്ന ഒരു തിരക്കിലായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ അതിനൊക്കെ വിരാമമിട്ടുകൊണ്ട് ഇതിനായിട്ട് സഹായിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. മലയാളി പൊളിയാണ്, മലയാളി മാസാണ്. ആ ഒരു ഡയലോഗ് പറയാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം മാത്രമല്ല, അത് തെളിയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം മലയാളികൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ വീണ്ടും അത് പറയാതിരിക്കാൻ വയ്യ. കണ്ണൂരിലെ മാട്ടൂലിലെ മുഹമ്മദിനെ നിങ്ങൾ എല്ലാവരും ഹൃദയം തൊട്ട് ഏറ്റെടുത്തു. ഒരാഴ്ച കൊണ്ട് ആ കുട്ടിക്ക് വേണ്ട എല്ലാ തുകയും ലഭ്യമായിട്ടുണ്ട്. അതിന്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് സക്സസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനി സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന ഈ ഒരു രോഗം ബാധിച്ച് എന്റെ മലപ്പുറം ജില്ലയിൽ, എന്റെ നാടായ മലപ്പുറത്തെ വലമ്പൂരിലെ 6 മാസം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞു മോന് കൂടിയുണ്ട്. അവന്റെ പേരാണ് ഇമ്രാന്. ഈ ഒരു മുഹമ്മദിനെ നിങ്ങൾ ഏറ്റെടുത്തതുപോലെ അവനെയും നിങ്ങൾ ഏറ്റെടുക്കണം. മുഹമ്മദിനെക്കാട്ടിലും കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ കുഞ്ഞു കുട്ടി വെന്റിലേറ്ററിലാണ് ഇപ്പോൾ കഴിയുന്നത്. നമ്മളാൽ കഴിയുന്ന സഹായം നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ചെയ്തു കൊടുക്കുക. ആദ്യം വന്നത് ഈ ഇടത്തെ കൈ ആക്കാൻ ബുദ്ധിമുട്ടാവുന്നത്. പിന്നെ അപ്പൊ ഞാന് എന്റെ ഒരു കുട്ടി ഇതിനു മുമ്പ് മരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഞാൻ അതിനു വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ അപ്പോ ഇതിന് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു അസുഖത്തിന് സാധ്യത ഉണ്ടെന്ന് നമ്മൾ ഈ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ പറഞ്ഞു. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ കാണിക്കും എന്നാണ് വചനം. മുഹമ്മദിനെ ഏറ്റെടുത്തതുപോലെ മുഹമ്മദിന് നമ്മൾ ഓരോരുത്തരും കൊടുത്തത് നമ്മുടെ സ്നേഹത്തിന്റെ ഹസ്തദാനമാണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു ഇമ്രാൻ എന്ന കുഞ്ഞു കുട്ടിയെ നിങ്ങൾ ഏറ്റെടുക്കണം. എല്ലാവരും കഴിയുന്ന 1 രൂപയാണെങ്കിലും 2 രൂപയാണെങ്കിലും നിങ്ങളാൽ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവരും ചെയ്യണം. ഞാൻ അറിഞ്ഞെടുത്തോളം ഈ ഒരു മുഹമ്മദ് എന്ന കുട്ടിക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് പേര് പറഞ്ഞു ക്യാഷ് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ച് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു പൈസ വേറൊരു ആവശ്യത്തിനും ചെലവഴിക്കൂല അല്ലെ. എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ആയപ്പോഴേക്ക് ഒരുപാട് പേര് ഇനിയും പൈസ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് അക്കൗണ്ട് ക്ലോസ് ആയി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു പൈസ എല്ലാവരും മാറ്റി വെക്കുക. എൻ്റെ ഒരു വാക്ക് കൊണ്ട് ആർക്കെങ്കിലും, ഞാൻ വലിയൊരു യൂട്യൂബർ ഒന്നുമല്ല, എൻ്റെ ഒരു വാക്ക് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് എനിക്കും ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നല്ലേ ചൊല്ല്. നമുക്കിടയിൽ ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ വിചാരിച്ചാൽ തന്നെ നമ്മുടെ ഈ ഒരു കുട്ടികളെ സഹായിക്കാൻ കഴിയും. ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാറില്ല. യൂട്യൂബറായിട്ടുള്ള സിലു ടോക്സ് ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പോൾ എനിക്കും തോന്നി എൻ്റെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിന് ഈ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അവരിത് അറിഞ്ഞ് അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ. മാട്ടൂലിലെ മുഹമ്മദിനേക്കാളും സീരിയസിലായിട്ടാണ് നമ്മുടെ ഇമ്രാന്റെ അവസ്ഥ. അപ്പൊ എല്ലാവരും നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.